സാൻഡ് ബാങ്കിൽ നിന്ന് ഞങ്ങൾ ബംഗാളത്തിലേക്ക് ഇറങ്ങി. പൊതുവെ ഞങ്ങൾ ബംഗാളത്തിൻ്റെ ഈസ്റ്റ് സൈഡിലാണ് ഇറങ്ങാറുള്ളത്. ഇപ്പോൾ വെസ്റ്റ് സൈഡിലാണ്, ഹെലിപ്പാഡിൻ്റെ ഫ്രണ്ട് സൈഡ് അവിടെയാണ് ഇറങ്ങിയത്. കുറച്ച് സമയം നമ്മളിവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. കാരണം നാട്ടിലേക്ക് തിരിച്ചു മടങ്ങണം. ഇവിടെ ഞങ്ങൾക്ക് പറമ്പുകളൊക്കെ ഉണ്ട്, കുറേ തെങ്ങും. ആദ്യം ഞങ്ങൾ ഇവിടെ ഹെലിപ്പാഡിലെത്തി. ഹെലിപ്പാഡിൽ നിന്ന് ഒരുപാട് ഫോട്ടോ എടുത്തു. ഹെലിപ്പാഡ് എന്ന് വെച്ചാൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന സ്ഥലമാണ്. ഓക്കെ, അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ മേ ബി എന്തെങ്കിലും ഇൻഷുറി സംഭവിക്കുക, അസുഖങ്ങൾ വരിക, അപ്പോൾ ചികിത്സ കിട്ടത്തില്ല. ഇവിടെ നല്ല ചികിത്സ ഒന്നുമില്ല, അധികം ഡോക്ടേഴ്സ് ഇല്ല. ദ്വീപിന് തന്നെ ഒരുപാട് റവന്യൂ ഉണ്ട്. ലൈറ്റ് ഹൗസിൻ്റെ കെയർ ഓഫിൽ ഒരുപാട് റവന്യൂ ഉണ്ട്. പക്ഷേ ഈ റവന്യൂ ഒന്നും ദ്വീപിന് യൂസ് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ ഹോസ്പിറ്റൽ ഇല്ലാതെ അലയുന്ന ഈ ജനതയെ ചിലപ്പോൾ ഹെലികോപ്റ്ററിൽ പിക്ക് ചെയ്ത് കൊച്ചിയിലേക്ക് കൊണ്ടുപോകുന്നു. ഹെലികോപ്റ്റർ കിട്ടാതെ ലക്ഷദ്വീപുകാർ പലരും മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നെഗറ്റീവ് ഇൻസിഡൻറ്റ്സ് ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാറുണ്ട്. അറിയില്ല എങ്ങനെയാണെന്നുള്ളത് ഞങ്ങളുടെ ജീവിതം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടുത്തെ റിസോർട്ടാണ് നമ്മൾ കാണുന്നത് കേട്ടോ. റിസോർട്ടിലത്തെ ടൂറിസ്റ്റ് ഹോമാണിത്. ഇങ്ങനത്തെ ഇടവഴികളാട്ടോ, കോൺക്രീറ്റ് ചെയ്യാത്ത. അതേപോലെ തന്നെ നിറയെ തെങ്ങുകളാണ് ഇവിടെ. എല്ലായിടത്തും തെങ്ങ് കൂടുതലാണ് കേട്ടോ. മെയിൻ തെങ്ങ് തന്നെയാണ് ഇവിടെ. അപ്പോൾ ഇവിടുത്തെ ഈ ബീച്ച് എന്ന് പറയുമ്പോൾ ഭയങ്കര ഭംഗിയുള്ളൊരു ബീച്ചാണ് ഈ ഐലൻഡത്തെ ബീച്ച്. ഇത് നമ്മുടെ ഈസ്റ്റ് സൈഡാണ്. ഈ സൈഡ് സി ഷേപ്പിലാണ് കിടക്കുന്നത്. സി ഷേപ്പിൽ കിടക്കുന്ന ബീച്ചുകൾക്കൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. മരിച്ചില്ലെങ്കിൽ നമ്മൾ കാണേണ്ട ദ്വീപാണ് നമ്മുടെ ദ്വീപ്. ഇതുവഴി കുറച്ച് നേരം നടക്കാൻ തീരുമാനിച്ചു. പിന്നെ ഇവിടെ ഒരു ലേക്ക് ഉണ്ട്, അവിടെ ആ ലേക്കിലൊക്കെ പോകാമായിരുന്നു. പക്ഷെ ഞങ്ങൾ ലേക്കിൽ പോയില്ല. കാരണം എന്ന് വെച്ചാൽ സമയമില്ലാത്തത് കൊണ്ട്. പെട്ടെന്ന് രണ്ടാളുകൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന്, ഞങ്ങൾ ആ സമയത്ത് അവരെ ഞാൻ വീഡിയോ എടുത്തില്ല. ഇപ്പോൾ സ്ട്രേഞ്ചേഴ്സിൻ്റെ വീഡിയോ എടുക്കാൻ താല്പര്യം എടുക്കണമായിരുന്നു സത്യം പറഞ്ഞാൽ. എന്നിട്ട് അവർ പറയാണ്, ഞങ്ങളിവിടെ ജഗട ഉണ്ടാക്കിയെന്ന് പോലും. ഇവിടെ ജഗട ഉണ്ടാക്കിയില്ല, ഇത് ഞങ്ങളുടെ ലാൻഡാണ്, ഞങ്ങളുടെ ലാൻഡിലേക്കാണ് വന്നത്. ലക്ഷദ്വീപുകാരാണ് ഞങ്ങൾ. ജഗട ഉണ്ടാക്കുന്ന ആൾക്കാരല്ല, ഞങ്ങൾ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരല്ല, ഞങ്ങൾ ആരെയും ഇൻസൾട്ട് ചെയ്യുന്നവരല്ല, ഞങ്ങൾ അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ല. വി ആർ സിവിലൈസ്ഡ് പീപ്പിൾസ്. ഈ ബീച്ച് എന്ന് പറയുമ്പോൾ അത് എല്ലാവരുടെയും പ്രൈവറ്റ്, എല്ലാവരുടേതുമാണ്, അല്ലാതെ ആരുടെയും കുത്തകയല്ല. ഞങ്ങൾ ഇതിന് മുമ്പ് ഞങ്ങൾ ഇവിടെ വരാറുണ്ടായിരുന്നു, ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ ദ്വീപ് മുഴുവനും താജുകാരുടെ മറ്റും കയ്യിലാന്ന് പോലും. ഇനി ആരും ഇങ്ങോട്ട് വരാൻ പാടില്ല, ലക്ഷദ്വീപുകാരും വരാൻ പാടില്ല എന്ന് പോലും. അതുകൊണ്ട് മനസ്സിന് വല്ലാത്ത ഫീലിങ്സ് ആണ് ഉണ്ടായത്. വളരെ മോശമായിട്ടാണ് ഞങ്ങളോട് പെരുമാറിയത്. ബംഗാരം ദ്വീപിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് രണ്ടാളുകൾ വന്നിട്ട് പറയാണ് ഇവിടെ നിന്ന് മൂവ് ചെയ്യാൻ. ഈ പ്രോപ്പർട്ടി ഇവിടെ ഞങ്ങൾക്ക് പ്രോപ്പർട്ടിയാണ്, ഞങ്ങൾക്ക് ലാൻഡ് ഉണ്ട്. നമ്മൾ നിൽക്കുന്ന ബീച്ചിലാണ്. ഇവിടെ ഈ റിസോർട്ടിൻ്റെ അകത്തോ ഇവരുടെ മുറിയുടെ അകത്തോ ഒന്നും അല്ല, ഇത് ഓപ്പണാണ്. വേണമെങ്കിൽ ഫെൻസ് കെട്ടിക്കൊണ്ടി. പക്ഷേ ബീച്ച് ക്രോസ് ചെയ്യാൻ ഇവർക്ക് അധികാരം എങ്ങനെയാണ് വരുന്നത്? അപ്പം എനിക്കറിയണം. പിന്നെ ഞങ്ങളിവിടെ ഒരു കുഴപ്പമുണ്ടാക്കിയില്ല. ഞങ്ങൾ വരുന്നു, ഞങ്ങൾ പോകുന്നു ഞങ്ങളുടെ ലാൻഡിലേക്ക്. പിന്നെ ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങളോട്? ഇതിന് മുമ്പ് ഞങ്ങൾ പണ്ട് വരാണ്ടല്ലോ, ഇവിടെ ക്യാസ് നടത്തിയപ്പോൾ ഞങ്ങൾ വരാണ്ടല്ലോ, ഇവിടെ സ്പോർട്സ് നടത്തിയപ്പോൾ ഞങ്ങൾ വരാണ്ടായിരുന്നല്ലോ. അന്നൊന്നും ഇല്ലാത്ത കുഴപ്പം ഇപ്പോൾ എന്താണ്? അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ലാൻഡിലേക്ക് വന്ന്, ഞങ്ങളുടെ നാട്ടിലേക്കാണ് വന്നത്, ഞങ്ങൾ വേറെ എങ്ങോട്ട് വരാം, ഞങ്ങൾ ഈ നാട്ടുകാരാണ്, ഞങ്ങൾ ഇവിടെ ആരും പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളല്ലാന്ന്. ഞങ്ങളൊന്ന് പോകാനൊന്നും, ഞങ്ങൾ ജസ്റ്റ് ഇവിടെ തിരിച്ച് വന്നു. ഇവരെന്ത് ചെയ്യും? എന്ത് ചെയ്യാനാണ്? ഞങ്ങൾ ഒരു പ്രശ്നത്തിൽ ഞങ്ങൾ വന്നിട്ടുണ്ട്, ഞങ്ങളുടെ പ്രോപ്പർട്ടിയിൽ ഞങ്ങൾ വന്നു, ഇനിയും വരും. ഇവരുടെ ടൂറിസ്റ്റ് ഹോമൊക്കെ ഉള്ളത് എൻ്റെ ഭാര്യയുടെ കുടുംബക്കാരുടെ പ്രോപ്പർട്ടിയുടെ മേൽത്താണ്. അത് മാത്രമല്ല എൻ്റെ പെങ്ങളുടെ ഭർത്താവിൻ്റെ കുടുംബക്കാരുടെ പ്രോപ്പർട്ടിയും. എൻ്റെ ഭാര്യ വീട്ടുകാരുടെയും അതേപോലെ തന്നെ എൻ്റെ അളിയൻ്റെ വീട്ടുകാരുടെയും പ്രോപ്പർട്ടിയിലാണ് ഇവരുടെ ബിൽഡിങ്സ് നിൽക്കുന്നത്. അവർ രണ്ട് കൂട്ടരും അനിയൻ്റെയും ഏട്ടൻ്റെയും മക്കളാണ്. എന്നിട്ടാണ് ഞങ്ങളോട് മോശമായി ഞങ്ങൾക്ക് മോശമായിട്ടാണ് ഫീൽ ചെയ്തത്. ഞങ്ങളങ്ങ് നാട്ടിലേക്ക് മടങ്ങുകയാണ് ചെയ്തത് സങ്കടത്തോടു കൂടി. നമ്മളെപ്പോഴും നമ്മളുടെ അടുത്തേക്ക് വരുന്ന ആളുകളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറണം, റെസ്പെക്റ്റ്ഫുള്ളായിരിക്കണം. പിന്നെ ഇങ്ങനെയൊന്നും നമ്മൾ കാണിച്ചു കൂട്ടരുത് കേട്ടോ. ഇതിപ്പോൾ ഇവർക്ക് എഗെയിൻസ്റ്റായിട്ട് പുറത്ത് പോയി ആരെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരു 10 പേരോട് പറയുന്നത് കേൾക്കും, 10 പേര് വേറെ ആളുകളോട് 100 പേരോട് പറയും, 100 പേര് പോയി 1000 പറയും. അങ്ങനെ നെഗറ്റീവാണ് ഇവർക്ക് ഉണ്ടാവാൻ പോകുന്നത്. നമ്മൾ ഇവരെ പോലെ ആവരുത്. നമ്മൾ വളരെ റെസ്പെക്റ്റ്ഫുൾ ആവണം, വളരെ ഫ്രണ്ട്ലി ആവണം. നമ്മൾ ചെയ്യുന്ന ഏത് കാര്യവും അങ്ങനെ ആയിരിക്കണം ആളുകളോട് കേട്ടോ. അതാണ്
ഏറ്റവും ടോപ്പിലേക്ക് കൊണ്ടെത്തിക്കുക. നല്ല മനസ്സിൻ്റെ ഉടമകളാവണം. ഇതിപ്പോൾ ഏതോ ഒരു ടാറ്റയാണോ താജുകാരെന്നാണ് അങ്ങനെയൊന്നും കേട്ടത്. എന്തൊക്കെ ആയാലും ശരി, ഇത്രയും കാലമായിട്ട് ഇങ്ങനത്തെ വലിയ വലിയ ബിസിനസ്സൊക്കെ ചെയ്തിട്ട് കസ്റ്റമേഴ്സിനോടും വരുന്നവരോടും എൻക്വയറിക്ക് വരുന്നവരോടും അതേപോലെ തന്നെ നാട്ടുകാരോടൊക്കെ ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്. വളരെ മോശം, വളരെ മോശം, സത്യം. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾ ബംഗാളത്തേക്ക് എപ്പോഴും പോകുന്ന ആളുകളാണ്, ഒരുപാട് പോയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഇംഗ്ലീഷുകാരായിട്ടുള്ള ടൂറിസ്റ്റുകാർക്ക് ഞങ്ങൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഷെൽസൊക്കെയാണ് കൊടുക്കാറ്. തിരിച്ച് അവരിങ്ങോട്ടേക്ക് നമുക്ക് അവരുടെ ഭാഗത്ത് നിന്ന് ഗിഫ്റ്റ് കൊടുത്ത് ഞങ്ങൾ ഒരുമിച്ചൊന്ന് ഫോട്ടോ എടുത്തതായിട്ടുണ്ട്, ഓർക്കുന്നുണ്ട്. അങ്ങനെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാവരുമായിട്ട്. ഞങ്ങളെ ഇഷ്ടമായിരുന്നു വിദേശികൾക്ക്. കാണാൻ ഇപ്പോഴും ആഗ്രഹമുണ്ട് അവരൊക്കെ. പക്ഷേ അന്ന് ഫേസ്ബുക്കും വാട്സാപ്പും ഒന്നും ഉണ്ടായിരുന്നില്ല. എവിടെയെങ്കിലും അവർ ജീവിക്കുന്നുണ്ടാവും. നല്ലത് പറയട്ടെ എല്ലാവർക്കും, അന്ന് കണ്ട ആൾക്കാർക്കൊക്കെ. എനിവേ, ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കാണുന്നത്. ഒരു അരോചകം. നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് അതൊരു പ്രശ്നം. ഇപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കഥ എങ്ങനെയൊക്കെയാണ്. നമ്മുടെ ലാൻഡിലേക്ക് നമ്മുടെ ആൾക്കാർക്ക് പോകാൻ പാടില്ല. ഇതൊക്കെയാണ് കഥകൾ. ഇനിയും വേറെ കഥകളൊക്കെ ആയിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് അഗത്തിയിലേക്ക് പോയി. അഗത്തിൽ നിന്ന് നമ്മുടെ മലപ്പുറം സിസ്റ്റേഴ്സ് പിറ്റത്തെ ദിവസം മോർണിംഗിൽ ഒരു ഫ്ലൈറ്റ് കയറി പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ മലപ്പുറം സിസ്റ്റേഴ്സിൻ്റെ സ്റ്റോറി അങ്ങനെ തീരുകയാണ് കേട്ടോ. അങ്ങനെ എന്തൊക്കെ ആയാലും ദ്വീപുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കഴിഞ്ഞു. പ്രാർത്ഥിച്ചാൽ മാത്രം പോലെ പ്രവർത്തിക്കുകയും ചെയ്യണം. മറക്കരുത്, എല്ലാവരും ഷെയർ ചെയ്യണം ഈ വീഡിയോ. ഓക്കെ, ഇതെൻ്റെ നമ്പർ കേട്ടോ. സേവ് ചെയ്ത് വെച്ച ദ്വീപിലൊക്കെ വരികയാണെങ്കിൽ എന്നെ കോൺടാക്റ്റ് കേട്ടോ. എല്ലാ സഹായം ചെയ്യാം.